നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയി എന്ന് സങ്കടം പറയുന്ന ജാതകങ്ങളിൽ പൊതുവായിട്ട് ചില പാറ്റേണുകൾ കാണാറുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു മുറിവേറ്റ ബാല്യത്തിൻ്റെ കഥയുണ്ടാവും. ആ പണ്ട് കാലത്ത് കിട്ടിയേക്കുന്ന ആ മുറിവുകൾ ആ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുമ്പോൾ സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി അവരെ വല്ലാണ്ട് കൊതിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് ഒന്നും നമ്മൾ കാണില്ല. അവർ നമ്മളെ സ്നേഹിക്കുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പുറകെ ഇത്രയും വിഷമങ്ങൾ പറ്റിയിട്ടും നമുക്ക് ആ ബുദ്ധി അത്രത്തോളം വരുന്നില്ല. അതിൽ നിന്ന് പുറത്തു വരാൻ തോന്നുന്നതിന് പകരം എപ്പോഴെങ്കിലും സ്നേഹം തരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കും. ചന്ദ്രനെ കൊണ്ട് അങ്ങനെ ഒരു വലിയ സൂചനയുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി കാണിക്കണം. ശുക്രനെ കൊണ്ടും കൂടി ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ശുക്രൻ 8ാം ഭാവത്തിലോ അല്ലെങ്കിൽ 12ാം ഭാവത്തിലോ ഒക്കെ പാപബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇനി നല്ലത് വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ വല്ലാണ്ട് ഇമോഷണൽ ഡിപ്പെൻഡൻസി വെച്ച് നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ജാതകം തരുന്ന സൂചനയാണ്. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജാതകത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മറന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് സാധിക്കും.